ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ദിവ്യ കഴിഞ്ഞ ആഴ്ച GCCയിലെ രാജ്യങ്ങൾ ഒന്ന് സംസാരിച്ചതാണ്. GCCയിലെ പ്രമുഖ രാജ്യമായ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വെച്ച് ഒരു സമ്മേളനം. അറബി ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതിൻ്റെ വിദേശകാര്യമന്ത്രിമാർ, അതുപോലെ പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും ഒക്കെ വിദേശകാര്യമന്ത്രിമാർ എല്ലാവരും കൂടെ സമ്മേളിച്ച് ഇനി ഭാവി കോഴ്സ് ഓഫ് ആക്ഷൻ, യുദ്ധം ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് ഇപ്പോൾ ഇറാനിൽ നിന്നും ഏറെ പ്രഹരം GCC രാജ്യങ്ങൾ ഏൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് നെക്സ്റ്റ്? അപ്പോൾ 3 ഓപ്ഷൻസാണ് ഗൾഫ് രാജ്യങ്ങളുടെ മുൻപിലുള്ളത്. ഒന്നുകിൽ ഇറാൻ ആഗ്രഹിക്കുന്നത് പോലെ അമേരിക്കയോട് പരമാവധി റീസൺ ചെയ്തുകൊണ്ട് ആക്രമണം പോവുകയും അല്ലെങ്കിൽ ആക്രമണം നിർത്തിവെക്കുകയും ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഉദ്ദേശിച്ച ടാർഗറ്റ്സിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ട് നിർത്തിവെക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാം. അതാണ് ഓപ്ഷൻ നമ്പർ 1. പക്ഷേ ഇസ്രായേൽ ഒരിക്കലും പ്രേരിതമാവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആക്രമണം തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് താവളങ്ങൾ, തങ്ങളുടെ വ്യോമതാവളങ്ങൾ, നാവികതാവളങ്ങൾ പൂർണ്ണമായി വിട്ടുകൊടുക്കുക, നിങ്ങൾ അവസാന ഫൈനൽ പുഷ്, അങ്ങനെ ഇറാനെ പൂർണ്ണമായി ഡെസിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തങ്ങൾ നേരിട്ട് ആക്രമിക്കാതെ തന്നെ, ഇപ്പോൾ സൗദിയും UAEയും പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കരുതെന്നാണ്. ഭാഗികമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം, പക്ഷേ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുക എന്നാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഒരുപക്ഷെ കുറച്ചുകൂടി നിർണായകമായ ഒരു കാര്യം. അത് ഇങ്ങനെ ഒരു വിഷയം, ഇപ്പം ഇത് മിന്നിയും തെളിഞ്ഞും കത്തും. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു വെടിനിർത്തൽ ഉണ്ടായെങ്കിൽ പോലും അത് ഭാഗികമാണ്, അത് ശാശ്വതമല്ല. ഇറാൻ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ യുദ്ധവിരാമം. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അസാധ്യമെന്ന് തോന്നാവുന്ന ഒരു ഡിമാൻഡും കൂടെ വെച്ചിട്ടുണ്ട്. ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണം, അത് തീർച്ചയായിട്ടും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ പരമാധികാരം ഇറാനും ഇറാൻ്റെ പരമാധികാരം ഇസ്രായേലും അംഗീകരിക്കണം, അത് ന്യായമായ കാര്യമാണ്, തീർച്ചയായും സംഭവിക്കും. പക്ഷേ നഷ്ടപരിഹാരം ഇറാന് നൽകണം. അത് ഒരു കാരണവശാലും അമേരിക്കയോ ഇസ്രായേലോ ആക്രമണകാരികളായ രാജ്യങ്ങൾ ഇറാന് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ യുദ്ധം ഏകപക്ഷീയമായി അമേരിക്ക അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രം പൂർണ്ണമായി യുദ്ധവിരാമം ഉണ്ടാകണമെന്നില്ല. ഹോർമോസിന്മേലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കപ്പലുകളെ നിരന്തരം ഇറാൻ ആക്രമിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാകാം. അതുപോലെ ഹൂതികൾ പൂർണ്ണമായി സബ്ഡ്യൂഡ് ആയിട്ടില്ല എങ്കിൽ ബാബൽ മന്ദേബ് കടന്നുകൊണ്ട് ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന അമേരിക്കൻ ആൻഡ് ഇസ്രായേലി ഷിപ്സ് മേ കം അണ്ടർ ക്രോസ് ഫയർ. ഇതെല്ലാം സംഭവിച്ചേക്കാം. അതുകൊണ്ട് വേണ്ടത് ഒരു അറബി ലോകത്തെ വലിയൊരു ചിന്തയാണിപ്പോൾ. ശാശ്വതമായ പരിഹാരങ്ങളാണ് ആവശ്യം. അവിടെയാണ് ഈ ഇസ്രായേൽ, ഇറാൻ ആൻഡ് സൗദി അറേബ്യ have to play a very key role, very fundamental role. അതായത് അറബ് ലോകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗദി അറേബ്യയും ഇറാൻ എന്ന രാജ്യവും ജൂതരാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്രായേലും ഒരു ധാരണയിൽ എത്തേണ്ടതുണ്ട്, പരസ്പരം ബഹുമാനിച്ചു. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും അല്ലെങ്കിൽ 3 ആഴ്ച കടന്നിട്ടും അങ്ങനെ ഒരു കീ റോൾ എടുക്കാൻ എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ തയ്യാറാകാത്തത്? അറബ് രാജ്യങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ കാര്യങ്ങൾ. അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വിധിക്കപ്പെടുന്നു. പക്ഷേ അവർ അതിൽ നിന്നും, ആ ഒരു യോക്കിൽ നിന്നും, ആ ഒരു നുഖത്തിൽ നിന്നും മോചിതമാവുകയും അമേരിക്കയോട് നേരിട്ട് പറയാനുള്ള ആർജവം കാട്ടുകയും, ലുക്ക്, വി ക്യാൻ മാനേജ് അവർ മാറ്റേഴ്സ്. ഇപ്പോൾ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി തീർച്ചയായും നിങ്ങളുടെ ടെക്നോ ഇൻപുട്ടുകൾ ആവശ്യമുണ്ട്, തീർച്ചയായും നിങ്ങളുടെ സൈനിക നവീകരണത്തിന് വേണ്ടി നിങ്ങളുടെ ആയുധങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങളുടെ ട്രെയിനിങ് സിസ്റ്റം ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾ ഇവിടെ ബാഹ്യ ഇടപെടലുകൾ ആഗ്രഹിക്കുന്നില്ല. റഷ്യയുടെയോ ചൈനയുടെയോ അമേരിക്കയുടെയോ, എന്തിന് ഭാരതത്തിൻ്റെ പോലും ഇടപെടൽ ഗൾഫ് രാജ്യങ്ങളിൽ ആഗ്രഹിക്കുന്നില്ല. ബിസിനസ് ചെയ്യാം, പക്ഷേ ഇടപെടൽ ആഗ്രഹിക്കുന്നില്ല. 3 രാജ്യങ്ങൾ ഒരുമിച്ചിരുന്നാൽ തീരാവുന്ന ആത്യന്തിക വിഷയമാണ്. പക്ഷേ ഒരു റൈഡർ കൂടിയുണ്ട്. അതായത് ഫണ്ടമെന്റലി ഇറാൻ എന്തുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് കടന്നു വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണമാണ് ഒരു ടേണിംഗ് പോയിന്റായി വന്നത്. അപ്പോൾ പാലസ്തീനിയൻ ഇഷ്യൂ, മുൻകാലങ്ങളിൽ അറബി ലോകമാണ് പാലസ്തീനിയൻ കോസിന് വേണ്ടി പൊരുതിയിരുന്നത്. പക്ഷേ ഇന്ന് അറബി ലോകം ഏതാണ്ട് ഒരു റിസൈൻഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിലാണ്. ദാറ്റ് ഇസ് നൗ ടേക്കൺ ഓവർ ബൈ ഇറാൻ. അങ്ങനെയെങ്കിൽ പാലസ്തീൻ കോസ് ഒരു യാഥാർത്ഥ്യമാവണം. ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ആ മണ്ണിൽ യാഥാർത്ഥ്യമാകണം. അതുപോലെ തന്നെ പാലസ്തീൻ പൂർണ്ണമായി ജൂതരാഷ്ട്രമായി ഇസ്രായേലിനെ അംഗീകരിക്കുകയും വേണം. പരസ്പരം ഇസ്രായേലും പാലസ്തീനും ആ മണ്ണിൽ സഹവസിക്കാൻ കഴിയുമ്പോൾ ഫണ്ടമെന്റൽ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ടു. അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയല്ല, ലോക്കൽ ശക്തികളുടെ, പ്രാദേശിക ശക്തികളുടെ സഹായത്തോടുകൂടി ആ വിഷയം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ മറ്റ് വിഷയങ്ങളെല്ലാം തന്നെ അലിഞ്ഞില്ലാതാവും. കാരണം ഇറാന് പറയാൻ മറ്റൊരു ഗ്രൗണ്ടില്ല. ഇപ്പോൾ ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയും എല്ലാം ഇറാൻ പ്രൊപ്പപ്പ് ചെയ്ത് നിർത്തിയിരുന്നത് എന്തിനു വേണ്ടിയാണ്?
ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒന്ന് മെരുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്, ചുറ്റുപാടും നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ്. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യം വില്ലിംഗ് ആണെങ്കിൽ വൺ മോർ സ്റ്റെപ്പ് ഹെഡായി ചിന്തിച്ചാൽ ആണവായുധങ്ങളുടെ നിരോധനം സാധ്യമാവില്ലായിരിക്കും, പക്ഷേ നിയന്ത്രണം, സിസ്റ്റമാറ്റിക്കായ ആണവ കാര്യങ്ങളിലുള്ള ഒരു മേൽനോട്ടം ഉണ്ടാകണം. ഇസ്രയേലിൻ്റെ ഉൾപ്പെടെ ആണവ നിലയങ്ങളിൽ IAEA കൃത്യമായ പരിശോധനകൾക്ക് ഇസ്രയേൽ വഴങ്ങണം. ഇറാനും വഴങ്ങേണ്ടതുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്. ഇസ്രായേൽ നിലവിലുള്ള ആണവായുധങ്ങൾ ഒന്നുകിൽ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ കൃത്യമായ റെസ്പോൺസിബിൾ ഒരു ഹാൻഡ്സിലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. അറബ് രാജ്യങ്ങൾക്ക് രണ്ടും, ഇസ്രയേലും ഇറാനും ഉറപ്പുകൾ നൽകേണ്ടതുണ്ട്.